ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത് PSC പരീക്ഷകളിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ് ദുരന്ത നിവാരണം എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട മാക്സിമം പോയിന്റ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് നിന്ന് ഏത് രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നൊരു രീതിക്കാണ് നമ്മൾ ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേരായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിച്ചൊരു ടോപ്പിക്ക് കൂടിയാണ് ദുരന്ത നിവാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദുരന്ത നിവാരണം, ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ എന്താണ് ദുരന്ത നിവാരണം എന്ന് പറയുന്നത്? അതായത് ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിവാരണം ചെയ്യുന്നതിനായി ആസൂത്രിതവും സംയോജിതവുമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിനെയാണ് ദുരന്ത നിവാരണം എന്ന് പറയുന്നത്. എന്താണ് ദുരന്ത നിവാരണം? ഒരു ദുരന്തമുണ്ടായാൽ അത് നിവാരണം ചെയ്യുന്നതിനായിട്ട് ആസൂത്രിതവും സംയോജിതവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിനെയാണ് ദുരന്ത നിവാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദുരന്ത നിവാരണത്തിൻ്റെ പ്രാധാന്യം ദേശീയ മുൻഗണനയായി പരിഗണിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഒരു സമിതി അധികാരത്തിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1999 ഓഗസ്റ്റ് മാസമാണ്. ഓക്കെ, ദുരന്ത നിവാരണത്തിൻ്റെ പ്രാധാന്യം ദേശീയ മുൻഗണനയായി പരിഗണിച്ചുകൊണ്ട് ഒരു സമിതി അധികാരത്തിൽ, ഒരു ഉന്നത സമിതി അധികാരത്തിൽ വരുന്നത്, ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത് 1999 ഓഗസ്റ്റ് മാസമാണ്. ഈ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JC പന്താണ് ഈ ഒരു ഉന്നത അധികാര സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം 2001 ഗുജറാത്ത് ഭൂകമ്പമുണ്ടായി. ആ ഒരു ഭൂകമ്പത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് എന്ത് വന്നിട്ടുണ്ടായിരുന്നു? ഓൾ പാർട്ടി നാഷണൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഓൾ പാർട്ടി നാഷണൽ കമ്മിറ്റി കേട്ടോ. ഓൾ പാർട്ടി നാഷണൽ കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയായിരുന്നു. ഓക്കെ, അപ്പോൾ ദുരന്ത നിവാരണത്തിനു വേണ്ടിയിട്ട് ആദ്യമായി ഒരു ഉന്നത അധികാര സമിതി നിലവിൽ വന്നത് 1999 ഓഗസ്റ്റിലാണ്. JC പന്താണ് അതിൻ്റെ അധ്യക്ഷനായിരുന്നത്. 2001 ഗുജറാത്തിലെ ഭൂകമ്പത്തിനു ശേഷം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് ഓൾ പാർട്ടി നാഷണൽ കമ്മിറ്റി. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു ശേഷമാണ് ദുരന്ത നിവാരണ നിയമം 2005 നിലവിൽ വരുന്നത്. എന്താണ്? ദുരന്ത നിവാരണ നിയമം 2005 നിലവിൽ വരുന്നത്. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് DMA 2005 നിലവിൽ വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ദുരന്ത നിവാരണ നിയമം 2005 കുറിച്ച് നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ദുരന്ത നിവാരണം 2005 എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനാണ്. ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാനായിട്ട് വന്ന ആക്റ്റാണ് ദുരന്ത നിവാരണ നിയമം, അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 എന്ന് പറയുന്നത്. DMA 2005 എന്ന് പറയുന്നത്. ഇത് DMA 2005 രാജ്യസഭ പാസാക്കിയത്. ദുരന്ത നിവാരണ നിയമം 2005 രാജ്യസഭ പാസാക്കിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2005 നവംബർ. ലോക്സഭ പാസാക്കിയത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2005 ഡിസംബർ 12 ലോക്സഭ പാസാക്കുന്നത് 2005 ഡിസംബർ 12 ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടു കൂടി ഈ ഒരു നിയമം, ദുരന്ത നിവാരണ നിയമം 2005
നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ വന്നത് എന്നാണ് 2005 ഡിസംബർ 23-നാണ്. 2005 ഡിസംബർ 23-നാണ് ദുരന്ത നിവാരണ നിയമം 2005 നിലവിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദുരന്തത്തെ നിവാരണം ചെയ്യാനായിട്ട് പുതിയ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കാൻ, അതുപോലെ കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെന്റുകൾക്കായിട്ട് പ്രത്യേക ചുമതലകൾ നൽകാൻ, ഇതിനെല്ലാം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഈ ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദുരന്തത്തെ നിവാരണം ചെയ്യാനായിട്ട് പുതിയ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കാനായിട്ട് പറ്റും. പിന്നെയോ പുതിയ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെന്റുകൾക്കായിട്ട് പ്രത്യേക ചുമതലകൾ നൽകാനും സാധിക്കും. കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെന്റുകൾക്കായിട്ട് പ്രത്യേക ചുമതലകൾ നൽകാനായിട്ടും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഏത് നിയമം? ദുരന്ത നിവാരണ നിയമം 2005 എന്നുള്ളത്. ഇനി ഈ ഒരു നിയമത്തിൽ ആകെ എത്ര വകുപ്പുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 79 വകുപ്പുകളാണ് ദുരന്ത നിവാരണ നിയമം 2005 ഉള്ളത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 എത്ര വകുപ്പുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 79 വകുപ്പുകളാണ് ഉള്ളത്. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് ഏതൊക്കെ? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാം നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി NDMA നിലവിൽ വരുന്നത്. അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് SDMA. അപ്പോൾ NDMA, SDMA, അതുപോലെ ജില്ലാതലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് DDMA, ഇതെല്ലാം നിലവിൽ വരുന്നത് ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞില്ലേ, ഇതിന്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രിയായിരിക്കും. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും എന്നത് ഓർത്തിരിക്കുക. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. ഇനി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരായിരിക്കും? ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും ജില്ലാ കളക്ടർ ആയിരിക്കും എന്നത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയായിരിക്കും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയായിരിക്കും. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ എപ്പോഴും ജില്ലാ കളക്ടർ ആയിരിക്കും എന്നത് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഈ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അതിനെ സഹായിക്കാനായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. നമ്മൾ ഇനി അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കേട്ടോ. നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി NEC എന്ന് പറയുന്നത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ സഹായിക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു കമ്മിറ്റിയുണ്ട്. അതാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ സഹായിക്കാനുള്ള കമ്മിറ്റിയാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. ഇനി ഈ എല്ലാ സംസ്ഥാന സർക്കാരുകളും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്ന് പറയുന്ന ഒരു അനുച്ഛേദം നമുക്ക് പഠിക്കാനുണ്ട്.
ഈ ദുരന്ത നിവാരണ നിയമം 2005 വകുപ്പ് 14(1) പ്രകാരമാണ് എന്തെന്ന് പറയുന്നത്, എല്ലാ സംസ്ഥാന സർക്കാരുകളും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണം. എല്ലാ സംസ്ഥാന സർക്കാരുകളും എന്ത് ചെയ്യണം? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അല്ലെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണം എന്ന് പറയുന്നത്. ഓക്കെ, അതോറിറ്റിയാണ് കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് രൂപം നൽകണം എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 14(1) എന്ന് പറയുന്ന വകുപ്പിലാണ് എല്ലാ സംസ്ഥാന സർക്കാരുകളും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണം എന്ന് പറയുന്ന വകുപ്പ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഒരു സെക്ഷനും കൂടെ പഠിച്ചിരിക്കുക. സെക്ഷൻ 54 പറയുന്നത് എന്താണ്? ഈ ഒരു നിയമത്തിലെ സെക്ഷൻ 54 പറയുന്നത് ദുരന്തത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ തീവ്രതയെയോ പറ്റി തെറ്റായ ഒരു മുന്നറിയിപ്പ് നൽകി ആളുകളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ശിക്ഷാർഹമാണ്. 1 വർഷം വരെ തടവോ പിഴയോ ലഭിക്കാവുന്ന ശിക്ഷയാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 54. അതായത് ഒരു ദുരന്തത്തെയോ അല്ലെങ്കിൽ ഒരു തീവ്രത അല്ലെങ്കിൽ ഒരു ദുരന്തം നടക്കാൻ പോകുന്നു എന്ന് തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുക, എന്നിട്ട് ആളുകളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുക, അത് ചെയ്യുന്നത് കുറ്റമാണ്. അതിനുള്ള ശിക്ഷ 1 വർഷം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണ് എന്ന് പറയുന്നതാണ് എന്ത്? സെക്ഷൻ 54 പ്രകാരം പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട്, അതായത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാനം, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പഠിച്ചു പോവാം. ആദ്യം പഠിക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അഥവാ NDMA, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത്, ഇത് സ്ഥാപിതമായത് എപ്പോഴാണ്? 2005 മെയ് 30 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമാവുന്നത്. 2005 മെയ് 30 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത്. 2005 ദുരന്ത നിവാരണ നിയമത്തിൻ്റെ സെക്ഷൻ 3(1) പ്രകാരം, അപ്പോൾ 2005 മെയ് 30 ഓൾറെഡി സ്ഥാപിതമായിട്ടുണ്ട്. എന്നാൽ 2005 ദുരന്ത നിവാരണ നിയമം വന്നത് നമ്മൾ എപ്പോഴാന്ന് പഠിച്ചല്ലോ. എപ്പോഴാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത്? 2005 ഡിസംബർ 23 അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു നിയമപ്രകാരം, ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം, അതിലേത് സെക്ഷനാണ്? സെക്ഷൻ 3(1) പ്രകാരം, ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 3(1) പ്രകാരം ഈ ഒരു ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്നത് 2006 സെപ്റ്റംബർ 27 ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് കേൾക്കണം. ദുരന്ത നിവാരണം ദേശീയ അല്ലെങ്കിൽ ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 3(1) പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടത് 2006 സെപ്റ്റംബർ 27 അതിനു മുന്നേ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ടായിരുന്നു. 2005 മെയ് 30 വന്നത് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ദുരന്ത നിവാരണ നിയമപ്രകാരം നിലവിൽ വന്നത് എപ്പോഴാണ്? 2006 സെപ്റ്റംബർ 27. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അധ്യക്ഷൻ ആരാ? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രധാനമന്ത്രിയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എപ്പോഴത്തെയും അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ദുരന്ത നിവാരണത്തിൻ്റെ പരമോന്നത സ്ഥാപനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ഇന്ത്യയിലെ ദുരന്ത നിവാരണത്തിൻ്റെ പരമോന്നത സ്ഥാപനം ഏതാണ്? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ? ന്യൂഡൽഹിയാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ചെയർമാൻ ഉൾപ്പെടെ, ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ചെയർമാൻ ഉൾപ്പെടെ ആകെ അംഗങ്ങൾ എത്രയാണ്? 10 അംഗങ്ങളാണ് ഉള്ളത്. ചെയർമാൻ ഉൾപ്പെടെ 10 അംഗങ്ങളാണ്. മറ്റ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ചെയർമാനാണ്, അതായത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, മറ്റ് അംഗങ്ങളെ ചെയർമാൻ ഉൾപ്പെടെ 10 അംഗങ്ങളാണ്. അപ്പോൾ ബാക്കിയുള്ള 9 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? ചെയർമാനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളിൽ നിന്ന് ഒരാളെയാണ് ആരായിട്ട് തിരഞ്ഞെടുക്കുക? വൈസ് ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതും ഓർത്തിരിക്കുക. ആകെ 10 അംഗങ്ങളാണ് പ്രധാനമന്ത്രി, അതായത് അധ്യക്ഷൻ ഉൾപ്പെടെ 10 അംഗങ്ങൾ. അതിൽ അധ്യക്ഷനെ കൂടാതെ ബാക്കിയുള്ള അംഗങ്ങളെ നിർദ്ദേശം ചെയ്യുന്നത് അധ്യക്ഷനാണ് അല്ലെങ്കിൽ ചെയർമാനാണ്. ആ നാമനിർദ്ദേശം ചെയ്യുന്നവരിൽ നിന്നും ഒരാളെയാണ് വൈസ് ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കുക. ഇനി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആദ്യത്തെ ദേശീയ ദുരന്ത നിവാരണ പദ്ധതി വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2016 അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. ഓക്കെ, അപ്പോൾ NDMAയുടെ ആദ്യത്തെ ദേശീയ ദുരന്ത നിവാരണ പദ്ധതി എപ്പോഴാണ് വന്നത്? 2016 എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിനാണ് എന്നത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെടുത്തി ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് KDMA എന്ന് പറയുന്നത്, അതോറിറ്റി, കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അപ്പോൾ ഇത് രൂപം കൊണ്ടത് 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 14 പ്രകാരമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. വകുപ്പ് 14 അനുസരിച്ചിട്ടാണ്. ദുരന്ത നിവാരണ നിയമം 2005 വകുപ്പ് 14 പ്രകാരമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടിരിക്കുന്നത്. ഇത് നിയമപരമായ ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നിയമപരമായ ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ഏത്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007 മെയ് 4 ആദ്യമായിട്ട് നിലവിൽ വരുന്നത് 2007 മെയ് 4 എന്നാൽ നിലവിലുള്ള കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന രൂപം കൊണ്ടത് 2013 ജൂലൈ 17 ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഘടന നിലവിൽ വന്നത് 2013 ജൂലൈ 17 ആദ്യമായിട്ട് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വന്നത് 2007 മെയ് 4 എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി 10 അംഗങ്ങളാണ് ആകെ ഉള്ളത് കേട്ടോ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 10 അംഗങ്ങളാണ് ഉള്ളത്. 2007 കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂള് 2007 കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾ കേട്ടോ. 2007 കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂളിലെ സെക്ഷൻ 3 പ്രകാരം ആണ്, സെക്ഷൻ 3 പ്രകാരമാണ് അംഗങ്ങൾ 10 അംഗങ്ങൾ ഉള്ളത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ 2007 കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസ് സെക്ഷൻ 3 പ്രകാരം 10 അംഗങ്ങളാണ് ടോട്ടലായിട്ട് ഉള്ളത്. ചെയർമാൻ ആരാണ്? നമ്മൾ പറഞ്ഞു മുഖ്യമന്ത്രിയാണ് ചെയർമാൻ അല്ലെ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. വൈസ് ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ ആരാണ്? വൈസ് ചെയർമാൻ എപ്പോഴും റവന്യൂ മന്ത്രിയായിരിക്കും. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, രണ്ടുപേരെയും പഠിച്ചിരിക്കുക കേട്ടോ. ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രിയാണ്. മറ്റംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്, ചെയർമാൻ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വർഷത്തിൽ ഒരു യോഗമെങ്കിലും ചേരണം എന്നാണ് പറയുന്നത്. വർഷത്തിൽ ഒരു യോഗം ചേരണം എന്നുള്ള വ്യവസ്ഥ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വർഷത്തിൽ ഒരു യോഗമെങ്കിലും ചേർന്നിരിക്കണം. ഇനി ഈ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി KSDMA വിളിച്ചു ചേർക്കുന്നത് ആരാണ്?
റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് വിളിച്ചു ചേർക്കുന്നത് കേട്ടോ. അപ്പൊ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിളിച്ചു ചേർക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് വിളിച്ചു ചേർക്കുന്നത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിളിച്ചു ചേർക്കുന്നത്. അദ്ദേഹം തന്നെയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വകുപ്പ് തലവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വകുപ്പ് തലവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. അപ്പൊ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിളിച്ചു ചേർക്കുന്നതും റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. അദ്ദേഹം തന്നെയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വകുപ്പ് തലവൻ എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് CEO. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ചീഫ് സെക്രട്ടറി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. CEO കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? സംസ്ഥാന ചീഫ് സെക്രട്ടറി. ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി, CEO സംസ്ഥാന ചീഫ് സെക്രട്ടറി. യോഗം വിളിച്ചു ചേർക്കുന്നത് അല്ലെങ്കിൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിളിച്ചു ചേർക്കുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. വകുപ്പ് തലവൻ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആരൊക്കെയാണ്? എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി, കൃഷി മന്ത്രി, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഹെഡ് സയന്റിസ്റ്റ് കേട്ടോ. സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഹെഡ് സയന്റിസ്റ്റ് അദ്ദേഹമാണ് മെമ്പർ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പേരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ്? ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി, കൃഷി മന്ത്രി, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഹെഡ് സയന്റിസ്റ്റ് അദ്ദേഹമാണ് മെമ്പർ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവരുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വർഷമാണ്. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മോട്ടോ എന്താണ്? മോട്ടോ എന്ന് പറയുന്നത് സുരക്ഷായനമാണ്. സുരക്ഷായനം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ്. എന്താണ്? ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നുള്ളതാണ് മോട്ടോ. ഓക്കെ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മോട്ടോ എന്താണ്? സുരക്ഷായനം അല്ലെങ്കിൽ ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 3 ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഒന്ന്, സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക. സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തേത്, പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണയിക്കുക. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണയിക്കുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ലക്ഷ്യം, വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണയിക്കുക, സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക എന്നിവയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ. സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക, പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണയിക്കുക, വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നിവയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ലോഗോ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലോഗോയെ കുറിച്ച് നോക്കാം.
ഈ ലോഗോ എന്ന് പറയുന്നത് ഇങ്ങനെ സർക്കിൾ ഷേപ്പിലായിരിക്കും. ഇതിൽ ഇങ്ങനെ 24 സ്പോക്കുകൾ കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ നമ്പർ എണ്ണുന്നില്ല, 24 എണ്ണം ഉണ്ടാവും കേട്ടോ. ഇങ്ങനെയുള്ള സ്പോക്കുകൾ എത്ര എണ്ണം ഉണ്ടാവും? 24 സ്പോക്കുകൾ ഉണ്ടായിരിക്കും. അതെന്താണ്? മുഴുവൻ സമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ആവശ്യകതയെ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 24 സ്പോക്കുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കുക. പിന്നെ ഒരു കൂട്ടായ പ്രവർത്തനം എന്ന നിലയിൽ ദുരന്ത നിവാരണത്തിന്റെ കാഴ്ചപ്പാടും പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ നിന്നും ഇങ്ങനെ 2 കൈ ഇങ്ങനെ പോയിട്ട്, നമ്മുടെ മനുഷ്യരുടെ കൈ ഉണ്ടല്ലോ, ഇങ്ങനെ 2 കൈ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിന്റെ സെന്ററിലായിട്ട് ഇങ്ങനെ കേരളത്തിന്റെ മാപ്പും കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇതിന്റെ ലോഗോ വരുന്നത് കേട്ടോ. കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലോഗോ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നമ്മുടെ മനുഷ്യരുടെ കൈയാണ് വരിക കേട്ടോ. വരയ്ക്കുന്നതൊന്നും വരുന്നില്ല, കൈയാണ് ഇവിടെ വരിക. 2 കൈ അപ്പുറവും ഇപ്പുറവും ഉണ്ടാവും. നടുക്ക് എന്തുണ്ടാവും? കേരളത്തിന്റെ മാപ്പ് ഉണ്ടായിരിക്കും. ഇവിടെ ഇങ്ങനെ 24 സ്പോക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. മുഴുവൻ സമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ആവശ്യകതയെ ചിത്രീകരിക്കാനായിട്ട് എത്ര സ്പോക്കുകളാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലോഗോയിലുള്ളത്? 24 സ്പോക്കുകളാണ് ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. അത്രയും ലോഗോയെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് സംസ്ഥാന കാര്യനിർവഹണ സമിതിയാണ്. അപ്പൊ സംസ്ഥാന കാര്യനിർവഹണ സമിതി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റിയാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. സംസ്ഥാന കാര്യനിർവഹണ സമിതി അഥവാ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 20(1) പ്രകാരമാണ് SEEC രൂപീകരിച്ചിരിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 20(1) പ്രകാരമാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് KSDMA കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുക. ഓക്കെ, പ്രവർത്തനങ്ങളിൽ സഹായിക്കുക എന്നുള്ളതാണ് ആരുടെ? കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുക. അതുപോലെ KSDMA നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഇതെല്ലാം ആരുടെ ലക്ഷ്യമാണ്? സംസ്ഥാന കാര്യനിർവഹണ സമിതി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ലക്ഷ്യമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പതിവ് തീരുമാനങ്ങളെല്ലാം കൈക്കൊള്ളുന്നത് ഈ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ്. ഓക്കെ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പതിവ് തീരുമാനങ്ങളെല്ലാം കൈക്കൊള്ളുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരിക്കും കേട്ടോ. അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരിക്കും എപ്പോഴും സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി ആണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 20(2)ലാണ് പ്രതിപാദിക്കുന്നത്. ഈ സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ കൂടാതെ, അതായത് അധ്യക്ഷനെ കൂടാതെ 4 ഗവൺമെന്റ് സെക്രട്ടറിമാര് കൂടെ ഉണ്ടായിരിക്കും അംഗങ്ങളായിട്ട് കേട്ടോ. 4 ഗവൺമെന്റ് സെക്രട്ടറി കൂടെ ഇതിൽ അംഗങ്ങളാണ്. ആരൊക്കെയാണ് ഈ 4 ഗവൺമെന്റ് സെക്രട്ടറി? റവന്യൂ വകുപ്പ് സെക്രട്ടറി, രണ്ടാമത്തേത് ആരോഗ്യ വകുപ്പ് സെക്രട്ടറി, റവന്യൂ വകുപ്പ് സെക്രട്ടറി, ആരോഗ്യ വകുപ്പ് സെക്രട്ടറി, ധനകാര്യ വകുപ്പ് സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി. ഓക്കെ, അപ്പോൾ
സംസ്ഥാന കാര്യനിർവഹണ സമിതി അഥവാ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗങ്ങൾ ആരൊക്കെയാണ്? അധ്യക്ഷൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. അധ്യക്ഷനെ കൂടാതെ 4 ഗവൺമെന്റ് സെക്രട്ടറിമാരുണ്ടായിരിക്കും. ആരൊക്കെയാണ് 4 പേര്? റവന്യൂ വകുപ്പ് സെക്രട്ടറി, ആരോഗ്യ വകുപ്പ് സെക്രട്ടറി, ധനകാര്യ വകുപ്പ് സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി എന്നിവരാണ് ഉണ്ടാവുക. ഇതിൽ റവന്യൂ വകുപ്പ് സെക്രട്ടറിയാണ് കൺവീനർ. സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ കൺവീനർ ആരായിരിക്കും? റവന്യൂ വകുപ്പ് സെക്രട്ടറി ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളിൽ സർക്കാരിനെ സഹായിക്കുക അല്ലെങ്കിൽ ഉപദേശിക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ഉപദേശിക്കുന്നത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും ദുരന്ത നിവാരണ പദ്ധതിക്ക് രൂപം നൽകണം എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 23(1). വകുപ്പ് 23 എന്താണ് പറയുന്നത്? 23(1) എല്ലാ സംസ്ഥാനങ്ങളും ദുരന്ത നിവാരണ പദ്ധതിക്ക് രൂപം നൽകണം എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 23(1). നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആദ്യമായിട്ടൊരു പദ്ധതിക്ക് രൂപം നൽകിയത് 2016 പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും SEC സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും കൂടെ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ആദ്യത്തെ സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. 2016 സെപ്റ്റംബർ 7 ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന കാര്യനിർവഹണ സമിതിയും കൂടെ ചേർന്നിട്ടാണ് ആദ്യമായിട്ടൊരു സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത്. അത് 2016 സെപ്റ്റംബർ 7 എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് സംസ്ഥാന കാര്യനിർവഹണ സമിതി എന്ന് പറയുന്നത്. ഇനി സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തെ കുറിച്ചാണ് പറയുന്നത്. സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം, അതായത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ആദ്യം പ്രവർത്തിച്ചിരുന്നത് HVRA ആയിട്ടാണ് ആദ്യം പ്രവർത്തിച്ചിരുന്നത്. അതായത് HVRA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസാർഡ് വൾണറബിലിറ്റി റിസ്ക് അസസ്മെന്റ് സെൽ കേട്ടോ. ഹസാർഡ് വൾണറബിലിറ്റി റിസ്ക് അസസ്മെന്റ് സെല്ല്. ഓക്കെ, ഹസാർഡ് വൾണറബിലിറ്റി റിസ്ക് അസസ്മെന്റ് സെല്ലായിട്ടാണ് ആദ്യം പ്രവർത്തിച്ചിരുന്നത്. പിന്നീടാണ് ഇത് SEOC, അതായത് സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം, അതായത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്ന പേരിലോട്ട് മാറിയത്. അത് എപ്പോഴാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലോട്ട് മാറിയത്? 2014 SEOC എന്ന് പറയുന്ന പേരിലോട്ട് മാറിയത്. ആദ്യം HVRA ആയിരുന്നു, ഹസാർഡ് വൾണറബിലിറ്റി റിസ്ക് അസസ്മെന്റ് സെൽ എന്നുള്ളതായിരുന്നു. അത് പിന്നീട് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്ന പേരിലോട്ട് മാറി 2014. അപ്പോൾ ഇത് KSDMA, അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ടല്ലോ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഈ SEOC എന്ന് പറയുന്നത്. എല്ലാ ജില്ലകളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന KSDMAയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് SEOC എന്ന് പറയുന്നത്. എല്ലാ ജില്ലകളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻസിന്റെ ചുമതലയാണ് ഇനി പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ SEOC എന്താണ്? സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ചുമതലകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ചുമതലകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസ്ഥാന തലത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, കേന്ദ്ര ദുരന്ത പ്രതികരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട്
കേന്ദ്ര സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും KSDMAയുടെ മുഖ്യ സംവിധാനമായിട്ട് പ്രവർത്തിക്കുക. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ചുമതലകൾ. എന്തൊക്കെയാണ്? സംസ്ഥാന തലത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, കേന്ദ്ര ദുരന്ത പ്രതികരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് KSDMAയുടെ മുഖ്യ സംവിധാനമായി പ്രവർത്തിക്കുക എന്നതൊക്കെയാണ് SEOCയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്. ഈ SEOC പ്രവർത്തിക്കുന്നത് ചീഫ് സെക്രട്ടറി ആരുടെയൊക്കെ മേൽനോട്ടത്തിലാണ്? ചീഫ് സെക്രട്ടറി, അതുപോലെ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ SEOC പ്രവർത്തിക്കുന്നത്. ഓക്കെ, ചീഫ് സെക്രട്ടറി, റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. ദുരന്തങ്ങൾ ബാധിക്കാത്ത സമയത്ത് ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആഘാതം കുറയ്ക്കാനായിട്ടുള്ള ലഘൂകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ആരാണ്? സ്റ്റേറ്റ് ഓപ്പറേഷൻ സെന്ററാണ്, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന് ഒരു സവിശേഷ അധികാരമുണ്ട്. എന്താണത്? ദുരന്ത അപഗ്രഥത്തിന് സംസ്ഥാനത്തെ ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും ആവശ്യമായ രേഖകൾ പണം നൽകാതെ ആവശ്യപ്പെടാനും ശേഖരിക്കുവാനും ഉപയോഗിക്കുവാനുമുള്ള ഒരു അധികാരം ആർക്കുണ്ട്? ഈ SEOCക്കുണ്ട്. ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അപഗ്രഥനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തെ ഏതൊരു സർക്കാർ സ്ഥാപനങ്ങളിൽ വേണമെങ്കിലും പോയിട്ട് ആവശ്യമുള്ള രേഖകൾ പണമൊന്നും നൽകാതെ ആവശ്യപ്പെടാനും ശേഖരിക്കാനും അത് ഉപയോഗിക്കുവാനുമുള്ള ഒരു സവിശേഷ അധികാരം ആർക്കുണ്ട്? സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന് ഉണ്ട്. ഇനി ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങളും അടിയന്തര പ്രവർത്തനങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? SEOC ആണ്. ഓക്കെ, ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങളും അടിയന്തര പ്രവർത്തനങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? SEOC ആണ്, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കുക. അടുത്തത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ആണ് കേട്ടോ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, DDMA എന്ന് പറയുന്നത് രൂപീകരിച്ചത് എപ്പോഴാണ്? 2016 മാർച്ച് 5-നാണ്. 2016 മാർച്ച് 5-നാണ് രൂപീകരിച്ചത്. 2005 ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 25(1) പ്രകാരമാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത് കേട്ടോ. 2005 ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 25(1) പ്രകാരമാണ് 2016 മാർച്ച് 5-ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത്. ഇതിൻ്റെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? ജില്ലാ കളക്ടർ ആയിരിക്കും. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? ജില്ലാ കളക്ടർ ആയിരിക്കും. ചെയർപേഴ്സൺ ജില്ലാ കളക്ടറാണ്. ചെയർപേഴ്സൺ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ചെയർപേഴ്സൺ ആരാണ്? ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ജില്ലാ കളക്ടറും ചെയർപേഴ്സൺ ആരാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഭരണപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജില്ലാ കളക്ടറേറ്റിലെ പ്രകൃതി ദുരന്ത വിഭാഗമാണ്. ഓക്കെ, ഭരണപരമായ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ജില്ലാ കളക്ടറേറ്റിലെ പ്രകൃതി ദുരന്ത വിഭാഗമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ നേരത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ സഹായിക്കാനായിട്ട് സംസ്ഥാന കാര്യനിർവഹണ സമിതി ഉണ്ടെന്ന് പറഞ്ഞു, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ സഹായിക്കാനായിട്ടുള്ള കേന്ദ്രമാണ്
ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം. ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം. അപ്പോൾ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്ന് നമ്മൾ പറയും. സ്റ്റേറ്റ് ആയിരുന്നപ്പോൾ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. ഇവിടെ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ജില്ലാ എന്താണ് അടിയന്തര കാര്യഘട്ട നിർവഹണ കേന്ദ്രമാണ് നമ്മൾ പറയുന്നത്. DEOC, അതായത് അതത് പ്രദേശത്തെ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല ആർക്കായിരിക്കും? DEOCക്കായിരിക്കും. അപ്പോൾ അവിടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിന്റെ കീഴിലാണ് നമ്മൾ പറഞ്ഞത് SEOC. ഇവിടെ ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് ഏത്? ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതാത് പ്രദേശത്തെ ദുരന്തങ്ങളെ ലഘൂകരിക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ ചുമതല ആർക്കാണ്? DEOCക്കാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇവയുടെ ചുമതല എന്താണ്? ദുരന്തങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ്. ദുരന്തങ്ങളെ കുറിച്ച് ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ് ജില്ലാ അടിയന്തര കാര്യനിർവഹണ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ചുമതല എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ILDM. എന്താണ് ILDM എന്ന് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ദുരന്ത നിവാരണത്തിൽ പങ്കാളികളാകുന്നവർക്ക് പരിശീലനം നൽകാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരം രൂപം കൊണ്ടതാണ് ഈ ILDM. ദുരന്ത നിവാരണത്തിൽ പങ്കാളികളാകുന്നവർക്ക് കേട്ടോ. ദുരന്ത നിവാരണത്തിൽ പങ്കാളികളാകുന്നവർക്ക് പരിശീലനം നൽകാനായിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരം രൂപം കൊണ്ടതാണ് ILDM, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരമാണ് ആസ്ഥാനം. 1996 റവന്യൂ വകുപ്പിൽ സ്വയംഭരണ പരിശീലന സ്ഥാപനമായിട്ടാണ് ഇത് ആദ്യം രൂപം കൊണ്ടത്. 1996 റവന്യൂ വകുപ്പിൽ സ്വയംഭരണ പരിശീലന സ്ഥാപനമായിട്ടാണ് രൂപം കൊണ്ടത്. പിന്നീട് ILDM എന്ന് പുനർനാമകരണം ചെയ്തത് എപ്പോഴാണ്? ILDM എന്ന് പുനർനാമകരണം ചെയ്തത് 2007 അപ്പോൾ 1996 ഇതൊരു സ്വയംഭരണ പരിശീലന സ്ഥാപനമായിട്ടാണ് രൂപം കൊണ്ടത്. ILDM എന്ന പേരിലോട്ട് മാറിയത് 2007 എന്നുള്ളത് ഓർത്തിരിക്കുക. 1955 തിരുകൊച്ചി ശാസ്ത്ര സാഹിത്യ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. 1955 തിരുകൊച്ചി ശാസ്ത്ര സാഹിത്യ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് കേട്ടോ. തിരുകൊച്ചി ശാസ്ത്ര സാഹിത്യ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം, ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ജില്ലാ അടിയന്തര കാര്യനിർവഹണ കേന്ദ്രത്തെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് ആണ് കേട്ടോ. അതായത് PDNA. എന്താണ്? പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ദുരന്തം കഴിഞ്ഞതിന് ശേഷം ദുരന്താനന്തരം അതിൻ്റെ ആവശ്യകത വിലയിരുത്തുന്നതിന് നാശനഷ്ടങ്ങളെല്ലാം നികത്തി പുനഃസൃഷ്ടി നടത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നതിനുള്ള ഒരു ആഗോള രീതിയിലുള്ള ഉപാധിയാണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്? ദുരന്താനന്തര ആവശ്യകത വിലയിരുത്തുക. ദുരന്തത്തിന് ശേഷം ദുരന്താനന്തര ആവശ്യകത വിലയിരുത്തുക, നാശനഷ്ടങ്ങൾ നികത്തി പുനഃസൃഷ്ടി നടത്തുക. ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ആഗോള രീതിയിലുള്ള ഒരു ഉപാധിയാണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇത് രൂപം നൽകിയ വർഷം 2008 ഇത് രൂപം നൽകുന്നത്. ആരൊക്കെ ചേർന്നിട്ടാണ് രൂപം നൽകിയത്? യൂറോപ്യൻ യൂണിയൻ, അതുപോലെ
ലോക ബാങ്ക് UN എന്നിവർ ചേർന്നിട്ടാണ് ഇത് രൂപം നൽകിയത്. 2008 പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റിന് രൂപം നൽകിയത് ആരൊക്കെ ചേർന്നിട്ടാണ്? യൂറോപ്യൻ യൂണിയൻ, ലോക ബാങ്ക്, UN എന്നിവർ ചേർന്നിട്ടാണ് രൂപം നൽകിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ കേരളത്തിൽ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ ഇതെല്ലാം ഉണ്ടാവുന്ന സമയത്ത് ദുരന്താനന്തര ആവശ്യകത വിലയിരുത്താനായിട്ട് ചുമതലപ്പെടുത്തിയത് ആരെയാണ്? ഐക്യരാഷ്ട്ര സഭയെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, കേരളം ട്ടോ. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ ഇതെല്ലാം ഉണ്ടായ സമയത്ത് ദുരന്താനന്തര ആവശ്യകത വിലയിരുത്താനായിട്ട് ചുമതലപ്പെടുത്തിയത് ആരെയാണ്? ഐക്യരാഷ്ട്ര സഭയെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കേരളത്തിൽ ഈ PDNA നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2018 സെപ്റ്റംബർ 18 PDNA പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റിന് തുടക്കം കുറിച്ചത്. 2018 എന്തുണ്ടായി? മഹാപ്രളയം ഉണ്ടായി അല്ലേ? 2018 ഓഗസ്റ്റിൽ മഹാപ്രളയം ഉണ്ടായി. അതിനുശേഷം 2018 സെപ്റ്റംബർ 18 ആദ്യമായിട്ട് കേരളത്തിൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റിന് തുടക്കം കുറിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയാണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് കേരളത്തിലെ വെള്ളപ്പൊക്കങ്ങളെ കുറിച്ചാണ് കേട്ടോ. ഇപ്പൊ കേരളത്തിലെ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പഴക്കം ചെന്ന വെള്ളപ്പൊക്കം, ഏറ്റവും പഴക്കം ചെന്ന വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഏതാണ്? CE 371 വെള്ളപ്പൊക്കമാണ്. CE 371 വെള്ളപ്പൊക്കമാണ് ഏറ്റവും പഴക്കം ചെന്ന വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ഇത് SCERT ഫാക്റ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പഴക്കം ചെന്ന വെള്ളപ്പൊക്കം ഏതാണ്? CE 371 ഇനി ഭൂകമ്പത്തോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് 1341 വെള്ളപ്പൊക്കമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ 1341 വെള്ളപ്പൊക്കത്തെ കുറിച്ചുണ്ടല്ലോ ഗ്രീക്ക് പണ്ഡിതനായിട്ടുള്ള പ്ലിനി, ആരാണ്? പ്ലിനി. ഗ്രീക്ക് പണ്ഡിതനായിട്ടുള്ള പ്ലിനി അദ്ദേഹത്തിന്റെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂകമ്പത്തോടനുബന്ധിച്ചിട്ടുണ്ടായ വെള്ളപ്പൊക്കമാണ് 1341 വെള്ളപ്പൊക്കം. ഇതിനെക്കുറിച്ച് ഗ്രീക്ക് പണ്ഡിതനായിട്ടുള്ള പ്ലിനി അദ്ദേഹത്തിന്റെ നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത് ഏത് വെള്ളപ്പൊക്കമാണ്? 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത് 1924 വെള്ളപ്പൊക്കമാണ്. പിന്നെ എന്തുകൊണ്ടാണ് അത് 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടാൻ കാര്യം? കൊല്ലവർഷം, അതായത് മലയാളത്തിൽ കൊല്ലവർഷം 1099 ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് പഴമക്കാർ അതിനെ 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത് 1924 വെള്ളപ്പൊക്കമാണ് എന്നത് ഓർത്തിരിക്കുക. കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായത് എപ്പോഴാണ്? 2018 ഓഗസ്റ്റിലാണ് അല്ലേ? മഹാപ്രളയം ഉണ്ടായത് 2018 ഓഗസ്റ്റിലാണ്. ഈ 2018 മഹാപ്രളയത്തെ ആസ്പദമാക്കിയിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പുതിയ ഫിലിം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഏതാണിത്? 2018 എന്ന് തന്നെയാണ് ഫിലിം. അതിന്റെ ഡയറക്ടർ ആരാണ്? സംവിധാനം ആരാണ്? ജൂഡ് ആന്റണി ആണ് അല്ലെ? ജൂഡ് ആന്റണി ആണ് സംവിധാനം എന്ന് പറയുന്നത്. ഇനി കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഏത് ജില്ലയിലാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ആദ്യത്തേത് അമ്പൂരി ഉരുൾപൊട്ടലാണേ പറയുന്നത്. ഉരുൾപൊട്ടലിനെ കുറിച്ചാണ് പറയുന്നത്. അമ്പൂരി ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് അമ്പൂരി. പുല്ലൂരാംപാറ ഉരുൾപൊട്ടൽ ഉണ്ടായത് ഏത് ജില്ലയിലാണ്? പുല്ലൂരാംപാറ കോഴിക്കോട് ജില്ലയിലാണ്. അടുത്തത് കവളപ്പാറ ഉരുൾപൊട്ടൽ എവിടെയാണ് നടന്നത്? മലപ്പുറം. കവളപ്പാറ എവിടെയാണ്? മലപ്പുറമാണ്. അടുത്തത് പെട്ടിമുടി എവിടെയാ? ഇടുക്കി ജില്ലയിലാണ്. പുത്തുമല എവിടെയാണ്? വയനാട് കേട്ടോ. പുത്തുമല വയനാടാണ്. കൂട്ടിക്കൽ എവിടെയാണ്? കോട്ടയം. കൊക്കയാർ എന്ന് പറയുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അമ്പൂരി തിരുവനന്തപുരമാണ്. പുല്ലൂരാംപാറ ചോദിച്ചിട്ടുണ്ട്, കോഴിക്കോടാണ്. കവളപ്പാറ ചോദിച്ചിട്ടുണ്ട്, മലപ്പുറമാണ്. പെട്ടിമുടി ഇടുക്കിയിലാണ്.
പുത്തുമല ചോദിച്ചിട്ടുണ്ട്, വയനാടാണ്. കൂട്ടിക്കൽ കോട്ടയം, കൊക്കയാർ ഇടുക്കിയാണ്. ഓക്കെ, അപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളും അത് ഏത് ജില്ലയിലാണെന്നുള്ളതും ഓർത്തിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ദുരന്ത നിവാരണം എന്ന് പറയുന്ന നമ്മുടെ ഈ ടോപ്പിക്കിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നോട്ട്സ് എല്ലാവരും തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്